ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HST ബോട്ടണി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 1 ഫൈക്കോളജി ആൽഗയുടെ അവസാനത്തെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ, ആളുകളുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകാം വീഡിയോയിലേക്ക്. ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് സിലബസ് ധരിക്കുന്നതാണ് ആൽഗെ ആസ് ബയോ ഫെർട്ടിലൈസർ. ബയോ ഫെർട്ടിലൈസർ എന്ന രീതിയിൽ ആളുകളുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? Algae and algal biofertilizers are economically crucial for sustainable agriculture, enhancing soil fertility, increasing crop yield by 10 to 20%, and reducing reliance on costly polluting chemical fertilizer. ആൽഗകളെ നമുക്ക് ബയോ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കാം. അതായത് നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത് വഴി ഉണ്ടാകുന്ന ദോഷങ്ങളെ പരിഹരിക്കാൻ ബയോ ഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് ആൽഗകൾ ഉപയോഗിക്കാം. ഇതുവഴി ചെലവ് കുറഞ്ഞ രീതിയിൽ വളരെ സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടിക്കൊണ്ട് എക്കോ ഫ്രണ്ട്ലി ആയിക്കൊണ്ട് ക്രോപ്പിന്റെ ഈൽഡ് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. അതുവഴി നമുക്കൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലൂടെ അഗ്രികൾച്ചർ കൊണ്ടുപോകാൻ കഴിയും. ഇങ്ങനെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്ത് സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്ത് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആൽഗകളെ ഉപയോഗിക്കുന്നുണ്ട്. They provide essential nitrogen fixation, improve soil structure and moisture retention, offering a low-cost, eco-friendly alternative while promoting sustainable farming practices. Already പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഇങ്ങനെ ഒരു ആൽഗയെ ബയോ ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ നൈട്രജൻ ഫിക്സേഷൻ അവിടെ വളരെയധികം കിട്ടുന്നുണ്ട്. അതായത് മണ്ണിലേക്ക് നൈട്രജൻ കണ്ടന്റുകളെ ഒരുപാട് ആഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ അതുവഴി സോയിൽ ഫെർട്ടിലിറ്റിന്റെ സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ കഴിയും, മോയ്സ്ചർ റിട്ടൻഷൻ ചെയ്യാൻ കഴിയും. അതുപോലെ ലോ കോസ്റ്റിലുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാമിംഗ് കൊണ്ടുവരാനും കഴിയും. ഏതൊക്കെ ആൽഗകളെയാണ് നമ്മൾ ബയോ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്നത്? അതിൽ ഒന്നാമത്താണ് പ്രധാനപ്പെട്ട സയാനോ ബാക്ടീരിയകൾ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗകൾ. ഒരുപാട് സയാനോ ബാക്ടീരിയകൾ നമ്മൾ ബയോ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നുണ്ട്. ആക്ട് ആസ് സസ്റ്റൈനബിൾ എക്കോ ഫ്രണ്ട്ലി ബയോ ഫെർട്ടിലൈസേഴ്സ് ബൈ ഫിക്സിംഗ് 25 to 30 kilogram per hectare of atmospheric nitrogen, improving soil structure through EPS, that is extracellular polymeric substances secretion, and promoting plant growth with hormone. അതായത് സയാനോ ബാക്ടീരിയകൾ നമ്മൾ ബയോ ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ നൈട്രജൻ ഫിക്സേഷൻ റേറ്റ് കൂട്ടി സോയിലിന്റെ സ്ട്രക്ചർ അതുപോലെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ, അതായത് 25 to 30 ഹെക്ടർ വരെ കിലോഗ്രാം പെർ ഹെക്ടർ വരെ ന്യൂട്രിയൻസ് ആഡ് ചെയ്യാനും അതുവഴി സോയിലിന്റെ സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാനും EPS അതായത് എക്സ്ട്രാ സെല്ലുലാർ പോളിമർ സബ്സ്റ്റൻസിന്റെ സെക്രീഷൻ കൂട്ടാനും പ്ലാന്റ് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഹോർമോണിന്റെ ഉൽപ്പാദനത്തിനും സഹായിക്കും. ഇതുവഴി ഈൽഡ് കൂടുകയാണ്, അല്ലെങ്കിൽ ഗ്രോത്ത് നടന്ന അതിൽ ഈൽഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. These photosynthetic prokaryotes reduce reliance on chemical fertilizers, increase moisture retention, solubilize phosphorus, and enhance overall crop yield, particularly in rice cultivation. നമ്മുടെ പാഡി വയലിൽ ഒരുപാട് നൈട്രോജൻ ഫിക്സേഷൻ നാച്ചുറലി നടക്കുന്നുണ്ട്. അസോള എന്ന ടെറഡോഫൈറ്റ് വയലിലൊക്കെ സാധാരണ കാണാറുണ്ട്. ഈ അസോളയിൽ കാണപ്പെടുന്ന അനബീന അസോള എന്നൊരു സയാനോ ബാക്ടീരിയ ബ്ലൂ ഗ്രീൻ ആൽഗയുണ്ട്, നോസ്റ്റോക്ക് പോലെ സ്ട്രക്ചറുള്ള. അപ്പൊ ഇതുവഴി വയലിൽ ഒരുപാട് നൈട്രജൻ ഫിക്സേഷൻ നടന്ന് ന്യൂട്രിയൻസ് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ ഈ പ്രോകാരിയോട്സ് ബ്ലൂ ഗ്രീൻ ആൽഗ അല്ലെങ്കിൽ സയാനോ ബാക്ടീരിയ എന്ന പ്രോകാരിയോട്ട് ആണല്ലോ. ഈ പ്രോകാരിയോട്സിനെ ഉപയോഗിക്കുന്ന വഴി നമുക്ക് മണ്ണിലേക്ക് നൈട്രജൻ കണ്ടന്റ് സ്വാഭാവികമായി നാച്ചുറലായിട്ട് ഇൻക്രീസ് ചെയ്യുകയും അതുവഴി കെമിക്കൽ ഫെർട്ടിലൈസേഷന്റെ ഉപയോഗം കുറയ്ക്കാനും കഴിയും. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സയാനോ ബാക്ടീരിയ ഇതൊക്കെ നോക്കാം. അനബീന, നോസ്റ്റോക്ക്, അലോസിറ, ദെൻ സിലിൻഡ്രോസ്പെർമം, പെക്ടോനീമ, ടോളിപോത്രിക്സ്, ഗ്ലോയോട്രൈഗിയ, കാലോത്രിക്സ്, സൈറ്റോണീമ തുടങ്ങിയതെല്ലാം തന്നെ ബയോ ഫെർട്ടിലൈസർ സാധാരണ ഉപയോഗിക്കപ്പെടുന്ന സയാനോ ബാക്ടീരിയകളാണ്. ഇതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന അനബീനയാണ്. നാച്ചുറൽ ആയിട്ട് തന്നെ അനബീന അസോളയും അനബീന പിന്നേറ്റ് നമ്മുടെ വയലുകളിലും മറ്റും സ്വാഭാവികമായിട്ട് കാണപ്പെടുന്നുണ്ട്. അസോളയിൽ കാണപ്പെടുന്ന ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ് അനബീന അസോള. അനബീന ഓഫൺ യൂസ്ഡ് ഫോർ റൈസ് ക്രോപ്സ്, കോമൺലി അസോസിയേറ്റഡ് വിത്ത് വാട്ടർ ഫേൺ അസോള, കോൺട്രിബ്യൂട്ടിംഗ് സിഗ്നിഫിക്കന്റ് നൈട്രജൻ അപ് ടു 60 കിലോഗ്രാം പെർ ഹെക്ടർ പെർ സീസൺ. ഇവിടെ നേരത്തെ പറഞ്ഞു വയലുകൾക്ക് സാധാരണഗതിയിൽ നൈട്രജൻ ഫിക്സിനെ സഹായിക്കുന്ന ഒരു അസോളമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്ന ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ് അനബീന. ഏകദേശം 1 ഹെക്ടറിൽ 60 കിലോഗ്രാം വരെ നൈട്രജൻ കണ്ടന്റ് ആഡ് ചെയ്യാൻ സഹായിക്കും. നോസ്റ്റോക്ക്, a widely distributed genus in soil and aquatic environment that fix nitrogen and produce extracellular polysaccharides that bind soil particles, improving structure. സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു സയാനോ ബാക്ടീരിയ ആണ് നോസ്റ്റോക്ക്. ഇതും നേരത്തെ പറഞ്ഞ പല കണ്ടന്റുകളും സോയിലോട്ട് ആഡ് ചെയ്ത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. അലോസിറ, known for
its efficiency in nitrogen fixation, particularly in submerged paddy field. സബ്മജുഡ് പാഡി ഫീൽഡിൽ റൈസ് പ്ലാന്റ് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ കണ്ടന്റ് ഫിക്സേഷനിലൂടെ കൂട്ടാൻ സഹായിക്കുന്ന മറ്റൊരു സയാനോബാക്ടീരിയയാണ് അലൂസിഡ. ട്രോളിപോത്രിക്സ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് ആസ് എ ഇനോക്കുലന്റ് ടു എൻഹാൻസ് സോയിൽ ഫെർട്ടിലിറ്റി. സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസിന് സഹായിക്കുന്ന ഒരു ഓർഗാനിസം ആണ് അത്. കാലോത്രിക്സ് capable of surviving in diverse habitats including hot and cold desert, acting as a natural soil conditioner. നാച്ചുറൽ സോയിൽ കണ്ടീഷണർ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സയാനോബാക്ടീരിയ ആണ് കാലോത്രിക്സ് എന്ന് പറയുന്നത്. സാധാരണ ഹോട്ട് ആയിട്ട് കോൾഡ് ഡെസേർട്ടുകളാണ് ഇത് കൂടുതലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. സൈറ്റോണിമ ആക്ട് ആസ് സോയിൽ ബൈൻഡർ, ഇംപ്രൂവ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി വഴി സോയിൽ ബൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സയാനോബാക്ടീരിയ ആണ് സൈറ്റോണിമ. സ്പൈറലിന് നമുക്കറിയാം സിംഗിൾ സെൽ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന സ്പൈറലിനെയും ഒരു സയാനോബാക്ടീരിയ ആണ്. നൈട്രജൻ കണ്ടന്റുകളെയും അതുപോലെ ഫെർട്ടിലൈസിങ് കണ്ടന്റുകൾ ആഡ് ചെയ്ത് മണ്ണിന്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ സഹായിക്കുന്നത് സ്പൈറലിന്. അതിന്റെ കറക്റ്റ് നെയിം ആർത്രോസ്പൈറ പാറ്റൻസിസ് എന്നാണ്. ഇതൊരു എക്കോ ഫ്രണ്ട്ലി ബയോ ഫെർട്ടിലൈസർ ആണ്, ബയോ സ്റ്റിമുലന്റ് ആണ്, സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് സഹായിക്കുന്നു. അതുപോലെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യത്തിലുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആഡ് ചെയ്യാനും അമിനോ ആസിഡ്സ് ആൻഡ് ഗ്രോത്ത് പ്രൊമോട്ട് ഹോർമോൺസിന്റെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നു. It increases chlorophyll, sugar and protein content in crops while improving soil structure, water retention and stress tolerance. സ്പൈറലിയുടെ ഉപയോഗം കൊണ്ട് തന്നെ സ്ട്രെസ്സുകളെ ടോളറൻസ് ചെയ്ത് വാട്ടർ റിറ്റൻഷൻ നടത്തി അതുപോലെ സോയിൽ സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുന്നത് വഴി പ്ലാന്റ്സിനകത്ത് ക്ലോറോഫിലിന്റെയും ഷുഗറിന്റെയും പ്രോട്ടീൻ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പൈറൽ പ്രൊവൈഡ്സ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ആൻഡ് ട്രേസ് മിനറൽസ് ആക്ടിങ് ആസ് റിച്ച് സോഴ്സ് ഓഫ് മെറ്റാബോളൈറ്റ്സ് ദാറ്റ് എൻഹാൻസ് പ്ലാന്റ് ഗ്രോത്ത്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സയാനോബാക്ടീരിയ ആണ് സ്പൈറലിന. ഇനി സാധാരണ ഗ്രീൻ ആളുകളായ ക്ലോറല്ലയും നമുക്ക് ബയോ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കാം. ഫ്ലോറല്ല, ഇറ്റ് ഈസ് എ ന്യൂട്രിയൻ റിച്ച് സിംഗിൾ സെൽഡ് ഫ്രഷ് വാട്ടർ ഗ്രീൻ ആൽഗ യൂസ്ഡ് ആസ് എക്കോ ഫ്രണ്ട്ലി ബയോ ഫെർട്ടിലൈസർ and biostimulant capable of significantly boosting crop yield, improving nutrients uptake, strengthening plant disease resistance. പ്ലാന്റ്സിന്റെ ഡിസീസ് റെസിസ്റ്റൻസിനെ സ്ട്രെങ്തൻ ചെയ്യാനും ന്യൂട്രിയൻസിന്റെ അപ്ടേക്കിനെ ഇംപ്രൂവ് ചെയ്യാനും ക്രോപ്പ് ഈൽഡ് ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ബയോ സ്റ്റിമുലന്റ് ആയിട്ടുള്ള ബയോ ഫെർട്ടിലൈസർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആൽഗയാണ് ക്ലോറല്ല. ഇറ്റ് പാക്ഡ് വിത്ത് പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ്, വിറ്റാമിൻസ്, മിനറൽസ് ദാറ്റ് എൻഹാൻസ് സോയിൽ ഫെർട്ടിലിറ്റി ആൻഡ് പ്ലാന്റ് ഗ്രോത്ത്. ഇതും പ്രോട്ടീൻസും അമിനോ ആസിഡും വൈറ്റമിനും മിനറൽസും പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നു. സെനഡസൻസിന്റെ സ്പീഷീസുകൾ യൂട്ടിലൈസ്ഡ് ഫോർ ഇംപ്രൂവ്മെന്റ് ആൻഡ് ഷോൺ ഇൻ ടു ഇൻക്രീസ് നമ്പർ ഓഫ് ഷൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് ഇൻ ക്രോപ്സ്. ക്രോപ്പ് പ്ലാന്റ്സിലെ ഷൂട്ടുകളും ഫ്ലവേഴ്സും ഒരുപാട് ഉണ്ടാകാൻ സഹായിക്കാൻ വേണ്ടി ഒരു ന്യൂട്രിയൻസ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ് സെനഡസനസ്. അസ്കോഫില്ലം നോഡോസം ഒരു ബ്രൗൺ ആൽഗയാണ്. ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് ബ്രൗൺ സീവീഡ് ഫെർട്ടിലൈസർ എന്നാണ് അറിയപ്പെടുന്നത്. യൂസ്ഡ് ഫോർ ഹൈ കണ്ടന്റ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. അതായത് പ്ലാന്റ്സ് ഹോർമോണിന്റെ പ്രൊഡക്ഷനെ ഏറ്റവും കൂടുതൽ അതുപോലെ ന്യൂട്രിയൻസിന്റെ പ്രൊഡക്ഷൻ സഹായിക്കുന്ന ഒരു ബ്രൗൺ ആൽഗയാണ് അസ്കോഫില്ലം നോഡോസം. ഫ്യൂക്കസിന്റെ സ്പീഷീസുകൾ വൈഡ്ലി യൂസ്ഡ് ആസ് ബയോ ഫെർട്ടിലൈസർ ഇൻ കോസ്റ്റൽ ഏരിയസ്, പർട്ടിക്കുലർലി അയർലൻഡിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്പീഷീസ് ആണ് ഫ്യൂക്കസ്. ദെൻ ലാമിനേറ്റഡ് സ്പീഷീസ് കെൽപ്പുകൾ വരുന്നത് റിച്ച് ഇൻ ട്രേസ് എലമെന്റ്സ് ആൻഡ് പൊട്ടാസ്യം, ഇംപ്രൂവിംഗ് ക്ലേ സോയിൽ സ്ട്രക്ചർ. ക്ലേയുടെ സോയിൽ സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാനും അതിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കൂട്ടാനും സഹായിക്കുന്ന ഒരു സ്പീഷീസ് ആണ് ലാമിനിയ. യൂസ് ഓഫ് ആൽഗ ഇൻ ഫുഡ് ഇൻഡസ്ട്രി. ഫുഡ് ഇൻഡസ്ട്രികളിൽ ആൽഗയുടെ ഉപയോഗം എന്തൊക്കെയാണ്? ആൽഗ ഹോൾഡ് സിഗ്നിഫിക്കന്റ് എക്കണോമിക്കൽ വാല്യൂ സെർവിംഗ് എ ന്യൂട്രിയൻ ഡെൻസ് ഫുഡ് സോഴ്സ് റിച്ച് ഇൻ പ്രോട്ടീൻ, vitamins and minerals. Example, nori, spirulina, chlorella, and providing vital industrial raw material. ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് അടങ്ങിയിരിക്കുന്ന ഒരുപാട് ഫുഡ് കണ്ടന്റുകൾ ഇൻക്രീസ് ഉണ്ടാക്കാനും അതുവഴി നമുക്ക് ആവശ്യമായ ഫുഡ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കാനും ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. സ്പൈറുലിന നേരത്തെ സിംഗിൾ സെൽ പ്രോട്ടീൻ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് പ്രൊവൈഡിങ് ഹൈഡ്രോകൊളൈഡ്സ്, അതുപോലെ തന്നെ ജെല്ലി ലൈക്ക് മെറ്റീരിയൽസ്, ഹൈഡ്രോകൊളൈഡ്സ് മെറ്റീരിയൽസ് ആയ അഗർ, കെരാജിൻ, ആൽഗിനും ഫുഡ് തിക്കനിങ്ങിന് വേണ്ടി, ഫുഡിന്റെ കട്ടി ജെല്ലി അപ്പിയറൻസിന് കിട്ടാൻ വേണ്ടി പുഡിങ്സിലൊക്കെ ചേർക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. Chlorella and spirulina are widely cultivated as superfoods due to their high protein content. അത് നേരത്തെ പറഞ്ഞു സിംഗിൾ സെൽ പ്രോട്ടീൻ, മൈക്രോ ഓർഗാൻസ് നടക്കുന്ന സിംഗിൾ സെൽ പ്രോട്ടീൻ. സാധാരണ ഒരു പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ കണ്ടന്റ് എത്രയാണോ അതിന് എത്രയോ മടങ്ങ് ടൺ മടങ്ങിലാണ് ഒരു സിംഗിൾ സെൽ പ്രോട്ടീനിലുള്ള പ്രോട്ടീന്റെ അളവ്. അപ്പൊ അത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സൂപ്പർ ഫുഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി ക്ലോറല്ലയും സ്പൈറുലിനയും ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് എസെൻഷ്യൽ അമിനോ ആസിഡുകളും അയണും
വൈറ്റമിൻ B12 ഒക്കെ അടങ്ങിയിട്ടുണ്ടാകും. They also used as nutrient dense food supplements for space travelers. സ്പേസിൽ പോകുന്ന ട്രാവലേഴ്സിന് ആവശ്യമായ ന്യൂട്രിയൻ ഫുഡായിട്ടും ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ ഉപയോഗിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ക്ലോറല്ല, സൈനോകോക്കസ്, സ്പൈറുലിന പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. സീവീഡ്സ് ലൈക്ക് പോർഫെറ, ലാമിനേറിയ, കുൻഡേറിയ തുടങ്ങിയ സ്പീഷീസുകളെല്ലാം ഒരുപാട് മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഫുഡിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പല സ്പീഷീസുകളും ഫോഡറായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. യൂസ് ഓഫ് ആൽഗ ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ വേണ്ടി പല ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതാണ് അഗർ അഗർ. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം റെഡ് ആൽഗ ലൈക്ക് ജെലീഡിയം, ഗ്രാസിലേറിയ ആൻഡ് ഗൈഗാർട്ടിന. It is a versatile plant-based gelatinous substitute derived from seaweeds, used primarily as a firming and thickening agent, desserts, jellies, puddings, and jams. It is also used in culture media. ഇന്ന് ഈ ഒരു ജെലാറ്റിനസ് സബ്സ്റ്റൻസ്, ഒരു ഓർഡർലെസ് ആയിട്ടുള്ള ഒരു വൈറ്റിഷ് പൗഡർ പോലെ ഇരിക്കുന്ന മെറ്റീരിയലാണ് അഗർ അഗർ. ഇതൊരു ജെല്ലി നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുഡിങ്സിലും ജെല്ലീസിലും ജാമിലൊക്കെ ചേർക്കാറുണ്ട് ആ ഒരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടി. അതുപോലെ കൾച്ചർ മീഡിയം, ബാക്ടീരിയ കൾച്ചർ ചെയ്യാനും ടിഷ്യൂ കൾച്ചർ മീഡിയത്തിലൊക്കെ അഗർ അഗർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഗാലക്ടോസും സൾഫേറ്റുകളും അടങ്ങിയിരിക്കുന്നു. മെൽറ്റിംഗ് പോയിന്റ് 90 ഡിഗ്രിക്കും 100 ഡിഗ്രിക്കും ഫാരൻഹീറ്റിന്റെ ഇടയ്ക്കാണ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. ലോവർ ടെമ്പറേച്ചറിൽ ഇത് സോളിഡ് ആയിട്ട് മാറുകയും ചെയ്യും. രണ്ടാമത്തെ മെറ്റീരിയലാണ് ആൽഗിനിക് ആസിഡ് ഓർ ആൽഗിൻ. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് 6H8O6 ആണ്. അസ്കോഫില്ലം, ലാമിനേറിയ, മാക്രോസിസ്റ്റിസ്, ലെസോണിയ, എക്ലോണിയ തുടങ്ങിയ സ്പീഷീസിനൊക്കെ നമുക്ക് ആൽഗിൻ കിട്ടാറുണ്ട്. അതൊരു നേരത്തെ പറഞ്ഞ ഒരു ജെല്ലി ലൈക്ക് ഫൈക്കോക്ലൈഡ് മെറ്റീരിയൽ ആണ്. ഒരു ജെല്ലി ലൈക്ക് ഏജന്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ തിക്കനർ ആയിട്ടും സ്റ്റെബിലൈസർ മോഡലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കൂടുതലും നേരത്തെ പറഞ്ഞ കോസ്മെറ്റിക്സിലും അതുപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും പ്രിന്റിംഗ് പേസ്റ്റ് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് ആൽഗിനിക് ആസിഡ് അഥവാ ആൽഗിൻ. ബ്രൗൺ ആൽഗിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ആസ് എൻ ഇൻഗ്രീഡിയന്റ് ഇൻ ഫാർമസ്യൂട്ടിക്കൽസ് ടു ട്രീറ്റ് ആസിഡ് റിഫ്ലക്സ് ആൻഡ് ഹേർട്ട് ബേൺ ബൈ ഫോമിംഗ് പ്രൊട്ടക്റ്റീവ് റാഫ്റ്റ് ഇൻ സ്റ്റൊമക്. സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ പരിഹരിക്കാൻ വേണ്ടിയും ഈ ആൽഗിനിക് ആസിഡ് ഉപയോഗിക്കുന്നു. കെരാജിൻ. കെരാജിൻ റെഡ് ആൽഗയായ കോൺട്രസ് ക്രിസ്പസ് എന്ന ആൽഗയിൽ നിന്നാണ് കെരാജിൻ എന്ന ജെല്ലി ലൈക്ക് മെറ്റീരിയൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഇതൊരു സൾഫേറ്റഡ് പോളിസാക്കറൈറ്റ് ആണ്. നേരത്തെ പറഞ്ഞ കോൺട്രസ് ക്രിസ്പസ് എന്ന റെഡ് ആൽഗ എന്നാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു എമൗണ്ട് ഗൈഗാട്ടിൽ നിന്നും ലഭിക്കാറുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ സ്റ്റെബിലൈസറായിട്ടും തിക്കനറായിട്ടും ഫുഡ് ഇൻഡസ്ട്രിയിലും ഡയറി ഇൻഡസ്ട്രിയിലും മീറ്റ് ഇൻഡസ്ട്രിയിലും പ്ലാന്റ് ബേസ്ഡ് പ്രോഡക്റ്റ് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഐസ്ക്രീംസിലും യോഗേഴ്സിലും സോസിലൊക്കെ നേരത്തെ ജെല്ലി ലൈക്ക് അപ്പിയറൻസ് കിട്ടാൻ വേണ്ടി കെരാജിൻ ഉപയോഗിക്കുന്നുണ്ട്. കോസ്മെറ്റിക്സിലും അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷനിലും ഉപയോഗിക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽ, ലെതർ, ബ്രീയിങ് ഇൻഡസ്ട്രികൾ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കോസ്മെറ്റിക്സ് ഉണ്ടാക്കാനും ടൂത്ത് പേസ്റ്റ് മേക്ക് ചെയ്യാനും ഉപയോഗിക്കുന്നു. ഡയറ്റോമിറ്റ് ഓർ ഡൈറ്റമിഷ്യസ് എർത്ത് ഓർ കേസ് അത് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്. ഡയാറ്റംസിന്റെ സെൽവാളിൽ സിലിക്ക കോട്ടിങ് അടങ്ങിയിരിക്കുന്ന സെൽവാൾ അല്ലെങ്കിൽ സിലിക്ക കണ്ടന്റ് ഉള്ള സെൽവാളുകളാണ് ഫ്രസ്റ്റ്യൂൾ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇത് അടിഞ്ഞുകൂടി വർഷങ്ങൾ കഴിയുമ്പോൾ റോക്ക് ലൈക്ക് മെറ്റീരിയൽ ഉണ്ടാകുന്നു. അതിനെയാണ് ഡൈറ്റമേഷ്യസ് എർത്ത് അല്ലെങ്കിൽ ഡൈറ്റോമൈറ്റ് എന്ന് പറയുന്നത്. ചില ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ കേസ് എൽഹർ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. ഇതിന്റെ ഉപയോഗം നമ്മൾ അന്ന് ജസ്റ്റ് ഓട്ടിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഡൈറ്റമേഷ്യസ് എർത്തിന്റെ ഉപയോഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓയിലും സിറപ്പും ഫിൽട്ടർ ചെയ്യാൻ, പോളിഷസും വാർണിഷസും മേക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നു. നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്. പ്രൈമർലി യൂസ്ഡ് ഫോർ മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ, ഇൻഡസ്ട്രിയൽ ഫിൽട്രേഷൻ, ഹൗസ് ഹോൾഡ്, ഗാർഡൻ, പെറ്റ് കെയർ. നേരത്തെ പറഞ്ഞ പെസ്റ്റ് കൺട്രോളിന് വേണ്ടി, ഇൻഡസ്ട്രിയൽ ഫിൽട്രേഷന് വേണ്ടി, ഹൗസ് ഹോൾഡ് യൂസ്ഫുൾ പ്രോഡക്റ്റ് നിർമ്മാണത്തിന് വേണ്ടി, ഗാർഡൻ അല്ലെങ്കിൽ പെറ്റ് കെയറിന് വേണ്ടി നമ്മൾ ഡൈറ്റമേഷ്യസ് എർത്ത് ഉപയോഗിക്കാറുണ്ട്. ഇത് ഇൻസെക്റ്റുകളെ ചെറുക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. അതായത് ഇറ്റ് കിൽസ് ഇൻസെക്ട് ബൈ ഡീഹൈഡ്രേറ്റിംഗ് ദം, മേക്കിംഗ് ഇറ്റ് ഇഫക്റ്റീവ് അഗൈൻസ്റ്റ് ഫ്ലീസ് ആൻഡ് ബഡ് ബഗ്. ഇൻസെക്റ്റുകളുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ നടത്തി അതിൽ നിന്നും ഇൻസെക്റ്റുകൾ കൊല്ലാൻ സഹായിക്കുന്നുണ്ട്. പെസ്റ്റ് കൺട്രോളിന് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഫിൽറ്ററിംഗ് സ്വിമ്മിംഗ് പൂൾ ഫിൽറ്റർ ചെയ്യാനും, പ്യൂരിഫൈങ് ബിവറേജസ്, സിറപ്സ്, ഓയിൽ ഒക്കെ ഫിൽറ്റർ ചെയ്യാനും, ഇംപ്രൂവിംഗ് സോയിൽ സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാനും, പോളിഷിംഗ് മെറ്റീരിയൽ, വാർണിഷസിനൊക്കെ ഉപയോഗിക്കാനും, ഡിയോഡൈസറിങ് ഉപയോഗത്തിന് വേണ്ടി ഒക്കെ നമുക്ക് ഡൈറ്റമേഷ്യസ് എർത്ത് ഉപയോഗിക്കാം. അതുപോലെ കോസ്മെറ്റിക്സിലും ടൂത്ത് പേസ്റ്റിന്റെ മേക്കിങ്ങിന് വേണ്ടിയും ഫേസ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഡൈറ്റമേഷ്യസ് എർത്ത് ഉപയോഗിക്കുന്നു. ലാമിനേറിയ, എക്ലോണിയ, ഫ്യൂക്കസ്, ഐസീനിയ ആർ യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് അയഡിൻ.
ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിലെ അയഡിന്റെ ഉൽപ്പാദനത്തിന് വേണ്ടി മേൽപ്പറഞ്ഞ ആളുകളെ ഉപയോഗിക്കുന്നു. കെൽപ്സ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് സോഡ ആൻഡ് പൊട്ടാഷ്. സോഡയുടെയും പൊട്ടാഷിന്റെയും ഉപയോഗത്തിന് വേണ്ടി സോഴ്സ് ആയിട്ട് നിർമ്മാണത്തിന് വേണ്ടി കെൽപ്സുകൾ ഉപയോഗിക്കാറുണ്ട്. റെഡ് ആൽഗെ, റോഡാമേല, പോളിസിഫോണിയ ആർ യൂസ്ഡ് ആസ് സോഴ്സ് ഓഫ് ബ്രോമിൻ. ബ്രോമിന്റെ ഉൽപ്പാദനത്തിന് വേണ്ടി ചില റെഡ് ആളുകളെ ഉപയോഗിക്കുന്നുണ്ട്. ബയോഫ്യൂവൽ. ബയോഫ്യൂവലായിട്ട് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. മൈക്രോ ആളുകളായ ക്ലോറല്ല വൾഗാരിസ്, ബോട്രികോക്കസ് ബ്രൗണി, ഫിയോഡാക്ടൈലം, ട്രൈക്കോർനെറ്റം തുടങ്ങിയ സ്പീഷീസുകളെല്ലാം ബയോഫ്യൂവലിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈ ഓർഗാനിസിന്റെ കൾച്ചറിൽ വഴി അവർ ഉത്പാദിപ്പിക്കുന്ന ലിപ്പിഡ്സ് നമുക്ക് കൺവേർട്ട് ചെയ്ത് ബയോഡീസൽ ആക്കാനും ബയോ എത്തനോൾ, ബയോ ഹൈഡ്രജൻ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കും. സീവേജ് ഡിസ്പേഴ്സലിന് വേണ്ടിയും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലാമഡോമോണസ്, ക്ലോറല്ല, യൂഗ്ലിനെ പോലുള്ള ജീവജാലങ്ങളെ സീവേജിന്റെ സേഫ്റ്റി ആയിട്ടുള്ള ഡിസ്പോസലിന് വേണ്ടി ഉപയോഗിക്കുന്നു. യൂസ് ഓഫ് ആൽഗെ ഇൻ മെഡിസിനൽ ഇമ്പോർട്ടൻസ്. മെഡിക്കൽ പരമായിട്ടുള്ള പല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയും ആൽഗകൾ ഉപയോഗിക്കുന്നു. ഫസ്റ്റ് എക്സാമ്പിൾ സ്പൈറലിന. സ്പൈറലിൽ ഒരുപാട് ന്യൂട്രിയൻ റിച്ച് ആയതുകൊണ്ട് തന്നെ ഫൈക്കോസയൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ആന്റി ഓക്സിഡന്റ് ആയിട്ടും ആന്റി ഇൻഫ്ലമേറ്ററി, ഇമ്മ്യൂൺ മോഡുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ പല പ്രോഡക്റ്റുകൾ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. ക്ലോറല്ല ഒരുപാട് ന്യൂട്രിയൻ സപ്ലീഷൻ ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ആന്റി ഓക്സിഡന്റ് ആയിട്ടും ആന്റി വൈറൽ പ്രോപ്പർട്ടീസ് ഉള്ള ആന്റിബയോട്ടിക്സ് ക്ലോറൽ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. റെഡ് ആൽഗകളായ ഗ്രാസിലേറിയ, പ്ലോക്യാമിയം പോലുള്ളവയിൽ കെരാജിൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അഗർ അഗർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആന്റി ട്യൂമർ ആയിട്ടും ആന്റി വൈറൽ ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ബ്രൗൺ ആളുകളായ സർഗാസം ഫ്യൂക്കസ്, അത് ഫ്യൂക്കോയിഡൈൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആന്റി ക്യാൻസർ, ആന്റി വൈറൽ, ആന്റി ഡയബറ്റിക് ഇഫക്റ്റിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ലുനൈലിനല്ല, അതിനകത്ത് ഒരുപാട് ബീറ്റ കരോട്ടിൻ അടങ്ങിയിരിക്കുന്നുണ്ട്. ന്യൂട്രാസിറ്റിക്കസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കെമറ്റോകോക്കസ് എന്ന സ്പീഷീസ് ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലാമിനേറിയ കോഡിയം ഇൻഡിക്കേറ്റം, ജലീഡിയം, ഗ്രേറ്റിലോപ്പിയ തുടങ്ങിയ സ്പീഷീസിൽ ഒരുപാട് അയഡിൻ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഗോയിറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടി മെഡിക്കൽ ഇമ്പോർട്ടൻസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കെരാജിൻ ബ്ലഡ് കോയാഗുലന്റ് ഏജന്റ് ആയിട്ടും ആൽഗിനിക് ആസിഡിനെ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഫക്റ്റീവ് വെർമിഫോ കോമ്പൗണ്ടുകളും ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഡൈജീനിയ, കോഡിയം, അൽസിഡിയം, ഡർവില്ലിയ തുടങ്ങിയ സ്പീഷീസ് ഉണ്ടാക്കിയെടുക്കുന്നു. എക്കണോമിക് ഇമ്പോർട്ടൻസിൽ നമ്മൾ പഠിക്കുന്നത് ഗുണങ്ങളാണ്. ആളുകൾ കൊണ്ട് ഗുണങ്ങൾ പഠിക്കുമ്പോൾ ആളുകളെ കൊണ്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗുണമാണെന്ന് വെച്ച് നമുക്ക് ഗുണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അത് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ആണ്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അതാണ് ആൽഗൽ ബ്ലൂം ഓർ വാട്ടർ ബ്ലൂം എന്ന് പറയാം. Algal bloom is a rapid, dense overgrowth of microscopic algae or cyanobacterial in freshwater or marine water system, often triggered by excess nutrient runoff and warm sunny conditions. നമുക്കറിയാം, മലിനമായിട്ടുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള വാട്ടർ ബോഡീസിൽ, പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസിൽ മൈക്രോസ്കോപ്പിക്കൽ ആളുകൾ വളരുകയും ആ ആളുകൾ ഗ്രോത്ത് പിന്നീട് ഹയർ ഫോംസിലുള്ള മറ്റു പ്ലാന്റ്സിന് വളരാനും അതുവഴി ഓക്സിജൻ കണ്ടന്റ് കുറയ്ക്കാനും മലിനജലത്തിന്റെ ആ ഒരു എഫക്റ്റ് തന്നെ അതിനകത്തുള്ള പല സ്പീഷീസുകളും അനിമൽ സ്പീഷീസുകൾ ചത്തുപോകാനും കാരണമാകും അല്ലെ. പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ അബ്നോർമൽ ആയിട്ട് ആൽഗകൾ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. ദീസ് ബ്ലൂംസ് വിച്ച് ക്യാൻ അപ്പിയർ ആസ് ഗ്രീൻ, ബ്ലൂ ഗ്രീൻ, ബ്രൗൺ ഓർ റെഡ് വാട്ടർ are significant ecological events that can deplete oxygen and produce harmful toxin causing death zone. ഓൾറെഡി പറഞ്ഞു, ഇത് അതിൽ വളരുന്ന സ്പീഷീസിനെ അനുസരിച്ച് പല കളറിൽ കാണും. ചിലപ്പോൾ നല്ല പച്ച കളറിലായിരിക്കും വാട്ടർ കാണപ്പെടുന്നത്, ദൂരെ നോക്കുമ്പോൾ വാട്ടർ കാണും. ചിലപ്പോൾ കടലിലെ പല ഭാഗങ്ങളും ഒരു റെഡ് കളറിൽ കാണപ്പെടാറുണ്ട്. അപ്പൊ അതിന് ഗോണിയലക്സ് പോലുള്ള സ്പീഷീസുകളും ഉണ്ട്. എന്നാൽ ആൽഗൽ സ്പീഷീസിൽ റെഡ് പിഗ്മെന്റ് ഉള്ള, ബ്ലൂ ഗ്രീൻ പിഗ്മെന്റ് ഉള്ള, ഏത് പിഗ്മെന്റ് ഉള്ള ആളുകളാണോ അതിനകത്ത് ഒരുപാട് വളരുന്നത് അതനുസരിച്ച് പല കളറിൽ അത് കാണാറുണ്ട്. അതുപോലെ ഇവർ ഒരുപാട് ടോക്സിക് സബ്സ്റ്റൻസ് വെള്ളത്തിൽ റിലീസ് ചെയ്യും, ഓക്സിജൻ കണ്ടന്റ് കുറയ്ക്കും, ഡിസോൾഡ് ഓക്സിജൻ കുറയ്ക്കുന്നു, അതുപോലെ VOD ഇൻക്രീസ് ചെയ്യുന്നു. ഇത് പരമായിട്ട് പല അനിമൽ സ്പീഷീസ് എന്ത് ചെയ്യുന്നു, അക്വാട്ടിക് സ്പീഷീസും ചത്തുപോകുന്നു, ഡെഡ് സോണിന് കാരണമാകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്കണോമിക് ഇമ്പോർട്ടൻസ് ആളുകയാണ്. എനിക്ക് ലഭ്യമായിട്ടുള്ള പോയിന്റുകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ലേറ്റസ്റ്റുള്ള പോയിന്റ് കൂടെ ആഡ് ചെയ്തിട്ട് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ പഠിക്കുക. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.